പോലും എനിക്ക് വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ്. അതായത് ഈ രീതി, ഗുരുവിൻ്റെ ഈ രീതി മനസ്സിലാക്കണമെങ്കിൽ പോലും ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കണമെന്ന് പറയും. അതായത് ഇപ്പോഴത്തെ മോഡേൺ സയൻസിൽ അവർ ക്വാണ്ടം മെക്കാനിക്സിൽ ടൈമിൻ്റെ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറൊക്കെ ഒരൊറ്റ മൊമെൻറ്റിൽ മെർജ് ചെയ്തിട്ട് ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി ഒരു പ്രത്യേക തലത്തിലും ഇതിൻ്റെ സൊല്യൂഷൻ മറ്റൊരു തലത്തിലും മറ്റൊരു ഫ്രീക്വൻസിയിലും ആണെന്ന് അവർ പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ നിന്നാൽ നമ്മൾ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ കാണൂ. അതിൻ്റെ സൊല്യൂഷൻ മറ്റൊരു ഫ്രീക്വൻസിയിലാണ്. ആ പ്രശ്നത്തിൻ്റെ ഫ്രീക്വൻസിയിൽ ഇരുന്നുകൊണ്ട് സൊല്യൂഷൻ കാണാൻ പറ്റില്ല. അപ്പോൾ ഗുരു ഒരു സമയത്ത് പ്രശ്നത്തിൻ്റെ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും സീരിയസ് ആയിട്ട് അതിൻ്റെ സമ്പൂർണ്ണമായിട്ട് അതിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രശ്നം, മനുഷ്യരാശിയുടെ പ്രശ്നം, ആശ്രമത്തിൻ്റെ പ്രശ്നം എന്നെല്ലാം ഗുരു ആ പ്രശ്നങ്ങളുടെ ഫ്രീക്വൻസിയിൽ വന്ന് സമ്പൂർണ്ണമായിട്ട് അവതരിപ്പിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. അതിനുശേഷം ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് ഗുരു അടുത്ത ഫ്രീക്വൻസിയിലേക്ക് വന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റൊരു ഫ്രീക്വൻസിയിൽ വന്ന് ശാന്തി, സ്നേഹം, സഹിഷ്ണുത, സമാധാനം, സ്നേഹം, തമാശ, ചിരി, ഹാപ്പിനെസ്. അപ്പോൾ അടുത്ത ഒരു ഫ്രീക്വൻസിയിൽ വന്ന് അതിൻ്റെ സൊല്യൂഷനും തരുകയാണ്. അപ്പം ലൈഫ് എന്ന് പറയുന്ന ആ കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിലാണ് പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ, അല്ലാതെ ഈ ഔട്ട്സൈഡിലല്ല. അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ്സിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഗുരുവിൻ്റെ ആ സ്വാതന്ത്ര്യം, ഒരേ സമയത്ത് അട്ടർലി മിസറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒറ്റയടിക്ക് പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ഗുരുവിൻ്റെ മനസ്സിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം, അത് മനസ്സിലാക്കിയത് ഞാൻ പിൽക്കാലത്താണ്. അപ്പോൾ നമുക്ക് അത്രത്തോളം സ്വാതന്ത്ര്യം വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഈ പ്രശ്നത്തെ അവതരിപ്പിക്കുമ്പോൾ സമ്പൂർണ്ണമായിട്ട് അത് അവതരിപ്പിക്കുന്നു. എന്നാൽ അടുത്ത നിമിഷം നമ്മൾ അതിൽ നിന്ന് മോചിതനുമാണ്. നമ്മൾ പതുക്കെ അതിൽ നിന്ന് മോചിതനായി നമ്മൾ മറ്റൊരു തലത്തിൽ അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻസ് എല്ലാം പറയുമ്പോൾ ഇതൊന്നും കേൾക്കാതെ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വന്നിങ്ങനെ എഴുതി നിറയ്ക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങൾ മൊത്തം എഴുതി നിറച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ എന്നോട് പറയും, നിങ്ങൾ സത്യസന്ധനല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ. ഞാൻ വിചാരിക്കുന്ന ഇത്രയും പ്രശ്നങ്ങൾ, ഈ വട്ട് പോലത്തെ കാര്യങ്ങളെല്ലാം ഇനി ഞാൻ ഇതെല്ലാം പറഞ്ഞ് ഇതിൻ്റെ സൊല്യൂഷനും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എഴുതി നിറച്ചാൽ പിന്നെ എന്ത് ചെയ്യും? അതായത് ആ സൊല്യൂഷൻ പ്രശ്നങ്ങളുടെ തലത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ഒരു സ്വഭാവം, അതായത് മനുഷ്യൻ്റെ ഒരു വാസന ആ പ്രശ്നങ്ങളുടെ വൈബ്രേഷനിൽ തന്നെ തുടരണം. മാനസിക വൈബ്രേഷനിൽ ഈ മൂക്കിപ്പൊടി ഇട്ടിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത് പോലെ, അതൊരു ലഹരിയായിട്ട് ആസ്വദിക്കുന്നത് പോലെ മനുഷ്യൻ ഈ പ്രശ്നങ്ങളുടെ വൈബ്രേഷനിൽ കിടന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞും പരാതി പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞ് സഫർ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഒരു വാസന, അവൻ ആ സന്തോഷത്തിൻ്റെ ഹാപ്പിനെസ്സിൻ്റെ പുതിയ വൈബ്രേഷനിലേക്ക് വന്ന് സ്വയം പരിവർത്തനപ്പെടുത്തി എല്ലാം ശാന്തമാക്കുന്ന അതിഷ്ടമല്ല. ആ കാര്യങ്ങൾ പറയുന്ന ഇഷ്ടമല്ല. അപ്പോൾ വീണ്ടും സെയിം കാര്യം തന്നെ പറയുമ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനിങ്ങനെ പ്രതികരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഞാൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് എന്തോ നിൻ്റെ സ്വഭാവം കണ്ട, നീ ഇളകുന്ന കണ്ട, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വെറും ഈ സൈക്കോളജിക്കലായിട്ട് എന്നോട് കളിക്കാൻ വരുന്നു. ഈ രീതിയിൽ ഈ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന എന്നോട് തന്നെ ഈ സൈക്കോളജിക്കലായിട്ട് കളിക്കാൻ വരുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോർമലായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. നോർമലായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും, ഇപ്പോൾ എൻ്റെ ഗുരു